ലൈഫിൽ എപ്പോഴെങ്കിലും സ്റ്റക്കായി പോയി തോന്നുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. 2 മണിക്കാണ് നമുക്ക് ഹെയർ കട്ട് അപ്പോയിന്റ്മെന്റ്. ഈ ഡച്ച് ആൾക്കാർ ഒടുക്കത്തെ പങ്ക്ച്വലാണ്. 2 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 2 മണിക്ക് അവർ കത്രയ്ക്കും ചീർപ്പ് കൊടുത്ത് റെഡി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇനി നമ്മളായിട്ട് ലേറ്റ് ആവണ്ട. ഇതൊരു ഭാരമാണ് കേട്ടോ, തലവേദനിക്കാൻ തുടങ്ങി. അങ്ങനെ കൃത്യം 1:58 നമ്മൾ സലോണിന്റെ വാതിൽ തുറന്നു. അല്ല പിന്നെ എന്നോടാ കളി. ഇത് ഹുവാൻ. ഇന്ന് നമ്മുടെ മുടി വെട്ടുന്നത് പുള്ളിയാണ്. ആദ്യം തല നന്നായി തേച്ചരച്ച് കഴുകി ഒരു ചെറിയ മസാജിന് ശേഷമാണ് ഹെയർ കട്ട്. എന്റെ തല ആരെങ്കിലും തൊട്ടാൽ എനിക്ക് ഉറക്കം വരും. ഞാൻ ആ ബേസിനിൽ കിടന്ന് ഉറങ്ങിയേനെ. പിന്നെ എന്റെ കുറെ വിദഗ്ധമായ ഹെയർ സ്റ്റൈലിംഗ് ഐഡിയാസ് ഞാൻ പറഞ്ഞു കൊടുത്തെങ്കിലും പുള്ളിക്കൊന്നും അത്ര ഇംപ്രസ്ഡ് ആയില്ല. അതല്ലെങ്കിലും അങ്ങനെയാ, ഞാൻ കുറെ ഹെയർ സ്റ്റൈലൊക്കെ റിസർച്ച് ചെയ്ത് പോവെങ്കിലും അവസാനം വെട്ടുന്ന ആൾ തീരുമാനിക്കും ഞാൻ എങ്ങനെ മുടി വെട്ടണമെന്ന്. അങ്ങനെ കഥയും തമാശയൊക്കെ പറഞ്ഞ് മുടിവെട്ട് തീർന്നു. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, സ്റ്റൈലിംഗ്. ഈ പരിപാടി വൃത്തിക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ മുടി എന്നും ഇങ്ങനെ വെച്ചേനെ. അതന്നെ. ഹുവാനൊരു രസികൻ തന്നെ. പല തമാശകൾക്കും എനിക്ക് ചിരിക്കണ്ടായിരുന്നു. പക്ഷെ ഇനി ചിരിച്ചില്ലെങ്കിൽ പുള്ളിക്ക് എന്താ തോന്നാന്ന് വിചാരിച്ച് ഞാൻ ആവശ്യത്തിനും അനാവശ്യത്തിനും ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതവിടെ നിൽക്കട്ടെ. സ്റ്റൈലിങ് കഴിഞ്ഞപ്പോ ഞാൻ രോമാഞ്ച പുളകിതയായി. അത് വേണ്ടാലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്രന്നെ. അങ്ങനെ ഹുവാനോടൊരു നന്ദിയും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. മുടി വെട്ടി സലോണിൽ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നതെന്നാണ് എൻ്റെ വിചാരം. നിങ്ങൾക്കും ഉണ്ടാവാറുണ്ടോ അങ്ങനെ ഒരു തോന്നൽ? കാർ കയറുന്നതിന് മുന്നേ ഞാനൊരു 19 സെൽഫി എടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ ഈ മുടി ഇങ്ങനെയാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇത്ര അഹങ്കരിക്കുന്നത്. തൽക്കാലം വീട്ടിൽ പോവാം. കുളിച്ചാ പോയില്ലേന്നോ? അല്ലെങ്കിൽ ഈ ഭംഗിയൊക്കെ ഉണ്ട് എന്റെ മുടിക്ക്. ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്നേ ഉള്ളൂ.